നമസ്കാരം, വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഷാജിമോൻ ചൂരൽമല. എൻ്റെ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ നാട് ഏതാണെന്ന്. ശരിയാണ്, 2024 ജൂലൈ 30 സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ ഭാഗമാണ് ഞാൻ. നോക്കൂ, അവിടെ ഒരു കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മനോഹരമായിട്ടുള്ള ഒരു ടൗൺഷിപ്പ് വരികയാണ്. ആ ടൗൺഷിപ്പിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത്. നോക്കൂ, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി, ഒരു ഇടതുപക്ഷക്കാരായി അറിയപ്പെടുന്ന മമ്മൂട്ടി ഇന്ന് ടൗൺഷിപ്പ് സന്ദർശിച്ചു. നിഴല് പോലെ ഇടം വലയം തിരിയാൻ വിടാതെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി കെ റഫീഖ് അദ്ദേഹത്തിനൊപ്പം. നോക്കൂ, ഞങ്ങൾ ആനയിച്ചു കൊണ്ടിരുന്നത്, ഞങ്ങൾ കൊണ്ടിരുന്നു PR വർക്കിന്റെ ഭാഗമായിട്ട് ആ മഹാനടന്റെ യശസ്സിന് കീർത്തിക്ക് ഗ്ലാനി ഉണ്ടാക്കുന്ന വിധം ആ മനുഷ്യൻ റഫീഖടി എന്നൊക്കെ പുതിയ ഒരു വാക്ക് അതിൽ നിന്നുണ്ടാകേണ്ടതാണ്. ആ റഫീഖടിയുടെ നിർലജ്ജമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. സഹി കെട്ടിട്ടൊരു ഒടുവിൽ നമ്മുടെ മഹാനടന് പറയേണ്ടി വന്നു, നിങ്ങളൊന്ന് മാറി നിൽക്കും മനുഷ്യ. പണ്ട് നമ്മളെ പഴശ്ശിരാജ കണാരൻ മേനോനോട് പറയില്ല, മാറി നിൽക്കും ലേച്ച എന്നെ തൊട്ടശുദ്ധമാക്കാതെ എന്ന്. അതുപോലെ റഫീഖിനോട് മമ്മൂട്ടി പറയുകയാണ്, നിങ്ങൾ അങ്ങോട്ട് മാറി, എൻ്റെ കൂടെ എപ്പോഴും വരണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നതെന്ന് തോന്നും. ഞാൻ ഈ പാവപ്പെട്ട ആളുകളുടെ അവരുടെ സ്വപ്നങ്ങളെ കുറിച്ച് കാണാനും അവരുടെ വേദനകൾ പങ്കുവെക്കാനുമാണ് വന്നത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ എന്നെ ശല്യപ്പെടുത്തി, നിങ്ങൾ എന്നെ ആനയെ കൊണ്ട് നയിക്കുന്നവർ നടക്കണ്ടല്ലോ. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണൂ, എത്ര ലജ്ജാവഹമാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണൂ. ഒരു കമ്മ്യൂണിറ്റി ഹാള് വരുന്നുണ്ട്, ഒരു ഡിസാസ്റ്റർ മെമ്മോറിയല്. എൻ്റെ കൂടെ ഞാൻ നോക്കൂ, അദ്ദേഹം ഈ ടൗൺഷിപ്പ് എല്ലാം സന്ദർശിച്ച് മടങ്ങിപ്പോകും വഴി ഒരു മാധ്യമ പ്രവർത്തകൻ, നമുക്കറിയാം കേരളത്തിലെ ഒരു 90% മാധ്യമ പ്രവർത്തകരും ഒന്നില്ലെങ്കിൽ ഇടത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ്, ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. ഒരു 24 ന്യൂസ് ചാനലിലെ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു മാധ്യമ പ്രവർത്തകനായിരിക്കും അദ്ദേഹം. ഒരു ചോദ്യത്തിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. ചോദിക്കുന്നു, ഇത് ഗവൺമെന്റിന്റെ ഗുണകരമാകില്ലേ, ഗവൺമെന്റ് വിജയിക്കില്ലേ എന്ന്. അദ്ദേഹം എല്ലാവരും ചേർന്നിങ്ങനെ നിരാശ്രയരായ ഇങ്ങനൊരു ലാഭത്ത് സംഭവിച്ച ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നുണ്ടാക്കി. ഇത് ജനങ്ങളുടെ, അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ പിരിച്ച കാശാണ് സർക്കാർ കൊടുക്കുന്നത്. ജനങ്ങൾ ഇടത് സർക്കാരിനൊപ്പം തന്നെ നിൽക്കുമെന്നാണ്. ജനങ്ങൾ അല്ല, നമുക്കറിയില്ല. ജനങ്ങൾ നമ്മൾ കൊടുത്തതാണ്, നമ്മുടേതാണ്. കേരളത്തിന്റെ ഒരു എന്താ പറയാ, സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹ്യ മൂലധനമാണ്. നമ്മുടെ മറ്റുള്ളവരോടുള്ള അനുതാപവും സഹതാപവും ഉണ്ടെന്നുള്ളത് കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ ക്യാപിറ്റൽ ഉള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. വലിയ ദുരന്തമായിരുന്നല്ലോ വയനാട് നേരിട്ടത്. അതിന് വലിയൊരു ആശ്വാസമാണ് അല്ലേ, അവരെ ചേർത്ത് തെളിവാണല്ലോ അല്ലെ. എന്നൊരു ഫോണുമായിട്ട് ഫോണിലാണോ? ഫോണിലെടുക്കണം. ഓക്കെ, അപ്പൊ പോരെ. നമുക്ക് നമ്മുടെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടി, മെഗാസ്റ്റാർ, അദ്ദേഹം തീർച്ചയായും ഒരു അതുല്യ നടനാണ്. അതിൽ നല്ല ഒരു മനുഷ്യനാണെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു കണ്ണുനീരിനിടയിലുള്ള, ഈ കരകയറ്റത്തിനിടയിലുള്ള ഈ കാഴ്ചകൾക്കിടയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇത് നമ്മുടെ സോഷ്യലായിട്ട്, നമ്മുടെ സാമൂഹ്യ മൂലധനമാണ്, സോഷ്യൽ ക്യാപിറ്റലാണ് ഇതാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് ഞാനും നിങ്ങളും കൂടും കുടുക്കയും പൊട്ടിച്ച് കൊടുത്ത പണത്തിൽ നിന്നാണ് ഇത് ഉയർന്നു വരുന്നത്. അത് ഏതെങ്കിലും ഗവൺമെന്റിൻ്റെതല്ല, ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് അതായത് ചെയ്യുക എന്ന്. പക്ഷെ ഇത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നു. പക്ഷെ നോക്കൂ, നിങ്ങൾ കേരള ഓരോ മലയാളികളും ഇല്ലെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാരും അവരുടെ വൈതാളികന്മാരും ഈ ലോകത്തോട് പറഞ്ഞു പറ്റിച്ച ഒരു വാക്കിന്റെ അവരുടെ ഒരു മസ്തിഷ്ക പ്രക്ഷാളനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മമ്മൂട്ടി ഇത് പറയുന്നത്. ഈ ടൗൺഷിപ്പ് ഉയരുന്നത് എനിക്ക് കൃത്യമായും പറയാൻ കഴിയും, ദുരന്തബാധിതർക്കിടയിലുള്ള ഒരാളാണ് ഞാൻ. അവരുടെ ആക്ഷൻ കൗൺസിലിലെ കൺവീനറും കൂടിയാണ് ഞാൻ എന്ന് പറയാതെ എനിക്ക് വയ്യ. നോക്കൂ, ഈ ടൗൺഷിപ്പ് ഉയരുന്നത് നമ്മൾ കൂടും കുടുക്കയും പൊട്ടിച്ച് ഖജനാവിൽ മുഖ്യമന്ത്രിയുടെ CMDRൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ട 782 കോടി രൂപയിൽ നിന്നല്ല. ഇത് സാസ്കി ഫണ്ട് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ 50 വർഷത്തേക്ക് പലിശയില്ലാത്ത, പലിശരഹിത തിരിച്ചടവിൽ കൊടുത്ത ഒരു വായ്പയാണ്. സാസ്കി ഫണ്ടിൽ നിന്നാണെന്ന് പറയേണ്ടി വരും. സാസ്കി ഫണ്ട് നമുക്ക് 50 വർഷത്തേക്ക് അത് കേന്ദ്ര സർക്കാർ കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. ഇത് വകമാറ്റി ചെലവഴിക്കും. അപ്പോൾ അക്കൗണ്ടബിലിറ്റി അതിനുണ്ടാകണം എന്നതുകൊണ്ട് തന്നെയാണ്. അതൊരിക്കലും കേരളത്തിന് അടക്കേണ്ടി വരില്ല എന്ന് നമുക്കറിയാം. ഇവിടെ എനിക്ക് ഉറച്ചു പറയാൻ കഴിയും, ഈ CMDRFലേക്ക് ഒഴുകിയെത്തിയ കോടികൾ
അതായത് മുൻപുണ്ടായിരുന്ന 300 സംതിങ് കോടിയും കൂടാതെ 752 കോടി രൂപ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരാക്കി വന്നിട്ടുള്ള കോടിയിലും 100 കോടി രൂപ പോലും ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടാവില്ല. മഹാനടനായിട്ടുള്ള മമ്മൂട്ടി അടക്കം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. CMDRF പണം എടുത്താണ് ഈ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. അല്ല കേട്ടോ. മെയ് 24-ന് 2025 മെയ് 18-ന് വയനാട് ജില്ലാ കളക്ടറും നോക്കൂ, അതുപോലെ തന്നെ OR കേളു ഇവരിരുന്ന് പത്രസമ്മേളനം, മന്ത്രി OR കേളു, ബഹുമാനപ്പെട്ട മന്ത്രി OR കേളുവും പത്രസമ്മേളനത്തിൽ കൃത്യമായി പറയുന്നു, ഇത് ഇവിടുത്തെ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് സാസ്കി ഫണ്ടിൽ നിന്നാണ്. 113 കോടി രൂപ സാസ്കി ഫണ്ടിൽ നിന്ന് ഇതിൽ വകയിരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഇവിടെ വലിയ പ്രചരണം നടക്കുന്നു കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന്. കള്ളമാണ് കേട്ടോ. ഇവിടെ മരിച്ച ചൂരൽമലയിൽ ദുരന്തത്തിൽ മരിച്ച ആളുകൾക്ക് അവിടെ വന്നുകൊണ്ട് നമ്മുടെ നൈസ മോളെയൊക്കെ എടുത്തുകൊണ്ട് പ്രധാനമന്ത്രി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പണത്തിന് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് പാലിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു നെറികെട്ട രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും കൊണ്ട് അത് തമസ്കരിക്കുകയാണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ. ഒരു മരണപ്പെട്ട ആൾക്ക് അവിടെ 300-നടുത്ത് 298 ആളുകൾ മരണപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക്. ഞങ്ങളവിടെ നാട്ടുകാരുടെ കണക്ക് അതല്ല കേട്ടോ. അവിടെ മരണപ്പെട്ട കണക്കില്ലാത്ത ബംഗാളികൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ കണക്ക് ഗവൺമെന്റിന്റെ കയ്യിലില്ല. അത് പോട്ടെ, 298 പേർ ഔദ്യോഗിക കണക്ക്. ഈ 298 പേർ മരിച്ചപ്പോൾ അവരുടെ ബന്ധുക്കൾക്ക് കൊടുത്ത പണം 8 ലക്ഷം രൂപയാണ് ഒരാളുടെ മരണത്തിന്. ആ 8 ലക്ഷം രൂപയിൽ 6 ലക്ഷം രൂപയും കൊടുത്തത് കേന്ദ്ര സർക്കാർ ഫണ്ടാണ്. 2 ലക്ഷം രൂപ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും 4 ലക്ഷം രൂപ SDRF-ൽ നിന്നും. SDRF നമുക്കറിയാം 75% കേന്ദ്ര സർക്കാർ, 25% സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണ്. പോട്ടെ, അപ്പോൾ 6 ലക്ഷം രൂപ, അല്ലെങ്കിൽ 4 ലക്ഷം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി 2 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ പ്രധാനമന്ത്രിയുടെ PMNDRF-ൽ നിന്നാണ്, പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന്. അവിടെ പരിക്ക് പറ്റിയവരുടെ ചികിത്സ SDRF-ൽ നിന്നായിരുന്നു, PMNDRF-ൽ നിന്നായിരുന്നു. അതായത് ഇവിടെ നിന്ന് മെഡിക്കൽ ബോർഡ് അംഗീകരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ച് അവിടെ നിന്ന് പാസ്സാക്കി വരുന്ന പണമാണ് ദുരന്തബാധിതരുടെ പരിക്ക് പറ്റിയ ആളുകൾക്ക് ഉപയോഗിച്ചത്. ഇല്ലെന്ന് ഇവർക്ക് തെളിയിക്കാൻ കഴിയട്ടെ. CMDRF-ൽ എത്ര രൂപ ചിലവഴിച്ചു? അങ്ങനെ ഓരോ കാര്യത്തിനും സാസ്കി ഫണ്ടിൽ നിന്ന് ഈ അവസാനം കൊടുത്തു കേന്ദ്ര സർക്കാർ 261 കോടി രൂപ അവസാനം കൊടുത്തിരുന്നു. ഈ 261 കോടി രൂപ കൊടുത്തതിൽ നിങ്ങൾ നോക്കൂ, ഇതിലൊരു കണക്കുണ്ട്, നമ്മളൊക്കെ ചിന്തിക്കാത്തൊരു കണക്ക്. ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി എൽസൺ എസ്റ്റേറ്റിൽ എടുത്തത് ഏകദേശം 64 ഹെക്ടറോളമാണ്. അതിന് 46 കോടി രൂപയാണ് കോടതിയിൽ കെട്ടിവെച്ചത്, വിലയായിട്ട് കോടതിയിൽ കെട്ടിവെച്ചത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പറയുന്നു. ഒരു വീടിന് 20 ലക്ഷം രൂപയാണ് ഇവർ പറയുന്നത്. വേണ്ട, 30 ലക്ഷം രൂപ കണക്കാക്കുകയാണെങ്കിൽ 402 വീടുകളാണ് നിർമ്മിക്കുമെന്ന് പറഞ്ഞത്. അതിൽ 105 വീടുകൾ മുസ്ലിം ലീഗുകാർ വീട് വെച്ചു കൊടുത്തു ദുരന്തബാധിതർക്ക്. ആ 105 ആളുകളും 105 അല്ല 95ഓളമാണ്. ബാക്കി ഒരു 10ഓളം ആളുകൾ അല്ലാതെ വാങ്ങിപ്പോയി. 15 ലക്ഷം രൂപ വീതം വാങ്ങിപ്പോയി. അത് 100ആയി കണക്ക് കൂട്ടുക. 15 ലക്ഷം രൂപ വീതം 100 പേര് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 15 കോടി, 15 46 61 കോടി രൂപ, 61 കോടി രൂപയായി. ഈ 206 കേന്ദ്ര സർക്കാർ അവസാനം കൊടുത്ത ഒരു ബാധ്യതയും ഇല്ലാതെ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് കൊടുത്ത 261 കോടിയിൽ 61 കോടി, ഇനി 200 കോടി രൂപയുണ്ട്. അവിടെ വീടുകൾക്ക്, അവിടെ ബാക്കി വീടുകൾ 100 വീടുകൾ 402 പോയിട്ട് 300 വീടുകൾ സുഹൃത്തുക്കളെ, 300 വീടുകൾക്ക് 30 ലക്ഷം രൂപ വീതം വാങ്ങണമെങ്കിൽ 90 കോടി രൂപ. 90 കോടി രൂപ, വീണ്ടും 110 കോടി രൂപ കിടക്കുന്നു. അവിടെ റോഡ് നിർമ്മിക്കാൻ, അവിടെ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ, മറ്റെല്ലാത്തിനും 100 കോടി രൂപ മതിയാവില്ലേ? 260 കോടി രൂപ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ഇവിടെ പുനരധിവാസത്തിന് ചൂരൽമലക്കാർക്ക് ഒരു ബാധ്യതയും ഇല്ലാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പുനരധിവാസ പ്രവർത്തനം, ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ആവശ്യമായ പൂർണ്ണമായിട്ടുള്ള തുക അതിലുണ്ട്. അത് മാത്രമല്ല SDRF നിബന്ധനകളില്ലാതെ നമ്മുടെ SDRF-ൽ കിടക്കുന്ന പണം ഉപയോഗിച്ചു കൊള്ളാൻ കോടതിയും കേന്ദ്രം അനുമതി കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്താണ് സാസ്കി ഫണ്ട്. ഇവിടെ കേന്ദ്രം കൊടുത്ത 261 കോടി അവിടെ മാറ്റി വെച്ചിരിക്കുന്നു. ഇവിടെ സാസ്കി ഫണ്ടാണ്. അതായത് സാസ്കി ഫണ്ട് 50 വർഷത്തിന് ശേഷം തിരിച്ചടയ്ക്കണം. ആ ഏതെങ്കിലും ഗവൺമെന്റ് 50 വർഷത്തിന് ശേഷം ഞാനും നിങ്ങൾ എത്രയോ തലമുറ മാറിപ്പോയിട്ടുണ്ടാവും. ഈ പിണറായി വിജയൻ ഉണ്ടാവില്ല, VD സതീശൻ ഉണ്ടാവില്ല, രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാവില്ല, ഞാനില്ല, നിങ്ങളില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇത് തിരിച്ചടയ്ക്കേണ്ടി വരുമോ എന്ന് പോലും അറിയില്ല. അവർക്ക് ആ ബാധ്യത വെച്ചിരിക്കുന്നു. ആ സാസ്കി ഫണ്ടിൽ നിന്നുള്ള പണമാണ് ഈ ടൗൺഷിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എനിക്കെതിരെ നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാം. ഞാനിത് കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്, ഗവൺമെന്റിനെതിരെയാണല്ലോ. നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ മേഘശ്രീയും ബഹുമാനപ്പെട്ട വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീയും OR കേളു മന്ത്രിയും ഇത് പത്രസമ്മേളനം വിളിച്ച് കഴിഞ്ഞ വർഷം മെയ് 18-ന് ഇത് കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നാണ് ഈ പണം ചെലവഴിക്കുന്നത്.
മഹാനായിട്ടുള്ള മമ്മൂട്ടി അടക്കം കരുതുന്നത് ഇത് നമ്മൾ കൊടുത്ത പണമാണെന്ന്, ആളുകൾ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇട്ട പണമാണെന്ന്. അല്ല കേട്ടോ, ആ പണം ചെലവഴിച്ചിട്ടില്ല. അതിൽ നിന്ന് 100 കോടിയിൽ താഴെ രൂപയായിരിക്കാം ചെലവഴിച്ചിട്ടുണ്ടാകുക. അതിൻ്റെ തന്നെ കണക്ക് നമുക്കറിയില്ല. ഇപ്പോൾ 18 കോടി രൂപ കടം, 18.65 കോടി രൂപ കടം എഴുതിത്തള്ളാൻ, ലോൺ എഴുതിത്തള്ളാൻ വിചാരിക്കുന്നു, ലോൺ എഴുതിത്തള്ളാൻ വേണ്ടി അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്നു CMDRF നിന്ന്. അതും 50 മീറ്ററിനകത്തേക്കുള്ള ആളുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതിൽ 5 കോടി ബാക്കി വരുന്ന ആ പ്രദേശം 3 വാർഡിലെ ആളുകൾ ഈ ദുരന്തബാധിതരാണ്. ഓരോ മനുഷ്യന്റെയും ഈ തൊഴിൽ നഷ്ടപ്പെട്ട, വീട് നഷ്ടപ്പെട്ട, ജീവൻ നഷ്ടപ്പെട്ടവർ മാത്രമല്ല, തൊഴിൽ നഷ്ടപ്പെട്ടത്, നരക തുല്യമായിട്ടുള്ള ജീവിതം നയിക്കേണ്ടി വരുന്നവർ, അവരുടെ കടം കൂടി എഴുതിത്തള്ളുവാൻ ഈ 18 കോടി രൂപ മതിയാവും. പക്ഷെ അത് ബാക്കിയുള്ളത് തിരിച്ചടയ്ക്കാനാണ് അത്രേ ജില്ലാ അധികാരികൾ ശ്രമിക്കുന്നത്. ഇങ്ങനെയാണ് ഈ പണം, നമ്മൾ കൊടുത്ത പണം ഇവർ ചിലവഴിക്കുന്നത്. ഇങ്ങനെ യാഥാർത്ഥ്യമായിരിക്കും. ഈ PR വർക്ക് കൊണ്ട് ഒരു പോസ്റ്റ്മാന്റെ പണി മാത്രമാണ് കേരള സർക്കാർ ഇത് ചെയ്തത്. എന്തുകൊണ്ടോ ഇത് പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല, മറ്റു പാർട്ടികൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. PR വർക്കിൽ ഇതുപോലെയുള്ള പോങ്ങന്മാരെന്ന് പറയാം. ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഹാനികരമാവുന്ന ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ CPM ഈ കാണിക്കുന്ന ഈ നെറികേടിനും ചെയ്തില്ല എന്നുള്ള പ്രചരണത്തിന് പറയാതെ വയ്യ. ഈ റഫീഖടികൾ, CPM നേതാക്കൾ കാണിക്കുന്ന ഈ റഫീഖടികൾ അത്യന്തം ലജ്ജാകരമാണ്. സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ട് ഇവിടെ ഒരു പോസ്റ്റ്മാന്റെ പണിയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു കൺസൾട്ടൻസി കമ്പനിക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അവർ ബാക്കി കാര്യങ്ങൾ ചെയ്തോളും. ആ ഒരു കൺസൾട്ടൻസി ടീമിന്റെ പണി മാത്രമാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്നുള്ളത് വിസ്മരിക്കുക വയ്യ. അതിന് അവരുടെ ക്രെഡിറ്റ് കൊടുക്കാൻ തയ്യാറാണ് കേട്ടോ. ഈ കാര്യത്തിൽ വളരെ ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഫണ്ട് എവിടെ നിന്നാണ്, അതാരാണ് അനുവദിച്ചത്, അത് പറയാൻ തയ്യാറാകണ്ടേ? അതിന് പകരം നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനെ തെറിവിളിക്കുവാനാണ് ഇവർ ഏറെ കൂറും അനുവദിക്കുന്നത്. അദ്ദേഹം നൽകിയ പണം, അദ്ദേഹത്തിന്റെ ആ കേന്ദ്ര സർക്കാർ നൽകിയതാണ്, നമ്മുടെ നികുതി പണമാണെങ്കിലും അവിടെ നിന്ന് നൽകിയ പണമാണ് ഈ ടൗൺഷിപ്പിൽ ഉപയോഗിക്കുന്നത്. ഈ സത്യം ചെരുപ്പിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരും എന്ന് പറഞ്ഞ പോലെ നുണയുടെ പ്രചാരകന്മാരായ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം മഹാരഥന്മാർക്കിടയിൽ നിന്നെങ്കിലും മഹാനടന്മാരെ കൊണ്ടെങ്കിലും അടി കിട്ടുന്നത് നല്ലതാണ്. അണ്ണന്റെ അടി ചൊല്ലും ഗുണം അണ്ണൻ തമ്പിയും ചെയ്യില്ല എന്ന് പറഞ്ഞതുപോലെ ഇത്തരം തിരിച്ചടികൾ ഇവർക്ക് നല്ല ബുദ്ധി ഉദിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ മഹാനടനോട് സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാനടനെ ഒരു കൂപ്പുകൈ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.